കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ബലിപെരുന്നാൾ ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. മതപണ്ഡിതനും മാപ്പിള കലാകാരനുമായ എൻ അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഗായത്രി സ്കൂൾ ചെയർമാൻ ഷാജി സിയുടെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടികൾ സ്കൂൾ കൊയറിന്റെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. ബക്രീദ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മതപണ്ഡിതനും മാപ്പിള കലാകാരനുമായ എൻ അബ്ദുൽ അസീസ് ആയിരുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടേതുമാണ്, എന്റേതാണ് എന്ന ഓരോരുത്തരുടെയും സങ്കല്പം നമ്മളെ ഒരുമിച്ച് കൂട്ടാൻ, ഒന്നിച്ചു കൂട്ടാൻ, ഒരു നൂൽ കോർത്തിണക്കിയ മക്കളാക്കാൻ, ഒരു നൂൽ കോർത്തിണക്കിയ അംഗങ്ങളാക്കാൻ, ഏകോദര സഹോദരങ്ങളാക്കാൻ, ഒരേ സമൂഹത്തിലെ വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്നവരെ ഒരേ സംസ്കാരത്തിന്റെ പന്താവിലേക്ക് കൊണ്ടുവരാൻ ആഘോഷങ്ങൾ നമുക്ക് തുണയാകുമെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് നമ്മളുടെ ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, സഹവർത്തനത്തോടെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. യാതൊരു വിദ്വേഷത്തിനും വർഗീയതയ്ക്കും വംശീയതയ്ക്കും വിഭാഗീയതയ്ക്കും സാധ്യതയില്ലാത്ത വിധത്തിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ തോളോട് തോൾ ചേർന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖുകാരനും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മളെ ഇന്ത്യയുടെ സംസ്കാരം നമുക്ക് ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്ത, അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ്, അനുസരിച്ചുള്ള ഒരു മാനസികമായ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായ ഒരു പ്രക്രിയ, ആ പ്രക്രിയയിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ സ്വാഗതവും 8ാം ക്ലാസ്സിലെ ഫിദ ഫാത്തിമ ഈദ് സന്ദേശം നൽകലും നിർവഹിച്ചു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആചാരത്തനിമ ഒട്ടും തന്നെ ചോർന്നു പോകാതെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു മഹത്തായ ദിനം, അതെ, ബക്രീദ്, അതായത് ഈദ് അൽ അദ. ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്ന്. ഇനി ഞാൻ ബക്രീദിന്റെ പിന്നിലുള്ള ഒരു ചെറുകഥ പങ്കുവെക്കാം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായി തന്റെ സ്വന്തം മകനായ ഇസ്മായിലിനെ ബലി ചെയ്യാൻ തയ്യാറായി. പക്ഷേ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനയച്ച് മകനെ രക്ഷപ്പെടുത്തി. ഈ ആത്മസമർപ്പണത്തെ ആദരിച്ചുകൊണ്ട് ലോകമാകെ മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് ആഘോഷിക്കുന്നു. ബക്രീദിന്റെ പ്രാധാന്യം സന്തോഷം, സ്നേഹം, സഹനബോധം എന്നിവയിലാണ്. നിർധനർക്കും ആവശ്യക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്യുക എന്നതാണ് ഈദിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം. നമ്മുടെ സ്കൂളിലും ഈദിന്റെ ആഘോഷങ്ങൾ ഒത്തൊരുമയോടുകൂടിയും ഐക്യത്തോടുകൂടിയും നടക്കുന്നതിൽ സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് ആശംസാ പ്രസംഗം നടത്തി. ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ എന്നിവർ അവതാരകരായി. പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത പിള്ള കൃതജ്ഞത പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി UKG മുതൽ 11ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഹന്തിയിടൽ, ബക്രീദ് കാർഡ് നിർമ്മാണം എന്നിവയുടെ മത്സരങ്ങൾ നടത്തി. എൻ അബ്ദുൽ അസീസ്, സിയാദ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് വിജയികളെ കണ്ടെത്തിയത്. UKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച ഫാഷൻ ഷോയും നടന്നു. പാൽപായസ വിതരണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. ഒരു ഷഹനായി പാടും ഗാനം, അയ്യാ ഹോ ഭയ്യാ പ്യാറയ്യാ, മൊഹബത്തി പെണ്ണിനും ചെറുകനും കല്യാണം. ഉണ്ണിത്താൻ, രാജി നാഗർ, ശ്രുതി ശങ്കർ, സുജ നായർ, ശാരി രവി, സുനിൽ രാജ് എന്നിവർ ബക്രീദ് കാർഡ് നിർമ്മാണം, മെഹന്തിയിടൽ മത്സരം എന്നിവയുടെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പരിപാടികൾക്ക് സ്കൂൾ ചെയർമാൻ ഷാജി സി നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.